വെൽക്കം ടു സയൻസ് എഡ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IISc ബാംഗ്ലൂർ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ എന്ന സ്ഥാപനത്തിലേക്കുള്ള BS അഡ്മിഷനെ കുറിച്ചാണ്. അതായത് അവിടെ ബാച്ചലർ ഡിഗ്രി ഇൻ സയൻസ്, BS ബാച്ചലർ ഇൻ സയൻസ് വിത്ത് റിസർച്ച്, BS റിസർച്ച് എന്നാണ് ആ കോഴ്സിന്റെ പേര്. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അതിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IISc ബാംഗ്ലൂർ. വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു സ്ഥലമാണ്. അവിടെ പഠിക്കുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസ് ആയ ഒരു കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് IISc ബാംഗ്ലൂർ ഈ ബാച്ചലർ പ്രോഗ്രാം തുടങ്ങിയത്. 4 വർഷത്തെ കോഴ്സാണ് ബാച്ചലർ ഓഫ് സയൻസ് വിത്ത് റിസർച്ച്, BS റിസർച്ച് എന്നാണ് ആ കോഴ്സിന്റെ പേര്. 4 വർഷത്തെ കോഴ്സ്. ഇതിന്റെ അഡ്മിഷൻ ഇപ്പോഴും വിളിക്കാൻ പോവുകയാണ്, വിളിച്ചിട്ടില്ല. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഈ കോഴ്സിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഘടന? ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ആദ്യത്തെ 1.5 വർഷം, അതായത് 3 സെമസ്റ്റർ കുട്ടികൾ എല്ലാ വിഷയങ്ങളും പഠിക്കണം എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, എഞ്ചിനീയറിംഗ്, പിന്നെ ഹ്യൂമാനിറ്റീസ്. അതിനുശേഷം 4ാമത്തെ സെമസ്റ്റർ മുതൽ 6ാമത്തെ സെമസ്റ്റർ വരെ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം മെയിൻ ആയിട്ട് എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, മെറ്റീരിയൽസ്, പിന്നെ എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്. ഈ വിഷയങ്ങളിലാണ് മെയിനായി എടുക്കാനുള്ള സാധ്യതയുള്ളത്. കൂടാതെ മൈനറായിട്ട് മറ്റ് വിഷയങ്ങളും ചൂസ് ചെയ്യാം, അതായത് സബ് എന്ന് പറയാം. അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഏകദേശം ഒരു കുട്ടി 70% കോഴ്സും ആ മേജർ വിഷയങ്ങളിൽ നിന്നാണ് എടുക്കുക. 30%, അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് 30% കോഴ്സുകളും മറ്റ് വിഷയങ്ങളിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതൊരു ബേസിക്കലി ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമിന്റെ ഒരു നേച്ചർ തന്നെയാണ്. ഇതിന്റെ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ, അതായത് ലാസ്റ്റ് 1 ഇയർ ഫുള്ളി റിസർച്ച് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ കൂടെ അവരുടെ ലാബിൽ റിസർച്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം വളരെ യുണീക്കാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള BS കോഴ്സ് അതല്ലെങ്കിൽ ബാച്ചലർ കോഴ്സിന് ഈ ഒരു അവസരം ഇല്ല. പക്ഷെ ഐസറുകൾ ഡിഫറെന്റ് ആണ്. ഐസറിൽ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഐസറിന്റെ കോഴ്സ് 5 വർഷത്തെ കോഴ്സാണ്. അത് മാസ്റ്റർ ഡിഗ്രിയാണ്. ഇവിടുത്തത് ബാച്ചലർ ഡിഗ്രിയാണ് ബൈ റിസർച്ച്. അതൊരു യുണീക്ക് കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെ വേണമെങ്കിൽ മാസ്റ്റർ ചെയ്യാം. 1 വർഷം കൂടി നിന്നാൽ മാസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ഐസർ പോലെ തന്നെയാണ്. 5 വർഷം കഴിഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രിയും കിട്ടും. അപ്പോൾ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു അവസരമാണിത്. ഈ ബാച്ചിലർ സമയത്ത് തന്നെ റിസർച്ച് കൂടി കൊടുക്കുക, റിസർച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. അതായത് അതൊരു വൊക്കേഷനൊക്കെ അല്ലെങ്കിൽ ഒരു ജോബിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ IIScയിൽ ഒരു നല്ല പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അതായത് പല കമ്പനികളിൽ നിന്നും ആൾക്കാർ വന്ന് അവരുടെ ക്യാമ്പസ് സെലക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഈ BS കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ ഉടനെ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള ക്യാമ്പസ് സെലക്ഷനിൽ കൂടി പങ്കെടുത്ത് ജോലി നേടാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ BS കഴിഞ്ഞ് ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു സാലറി മാത്രമേ കിട്ടുള്ളൂ. അതിനൊരു ലിമിറ്റ് ഉണ്ട്. സാധാരണ BS ഡിഗ്രി കഴിഞ്ഞ് ആരും പഠനം നിർത്താറില്ല. ചുരുങ്ങിയത് ഒരു MSc എങ്കിലും എടുക്കും. ബഹുഭൂരിപക്ഷം കുട്ടികളും ഇപ്പോഴും PhD ഒക്കെ ചെയ്ത് പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് വളരെ വളരെ ഹൈ ലെവലിൽ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പെട്ടെന്ന് സെറ്റിൽ ചെയ്യേണ്ടവർക്ക് ഈ ഒരു ക്യാമ്പസ് സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് IIScയിൽ എന്നുകൂടി ഇവിടെ പറയുന്നു. പിന്നെ IISc ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഫെലോഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഐസറുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ എല്ലാവർക്കും ഫെലോഷിപ്പ് കിട്ടണമെന്നില്ല. PhD ഫെലോഷിപ്പ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. IIScയിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഫെലോഷിപ്പ് കിട്ടുന്നതാണ്. ഒന്നുകിൽ DST ഇൻസ്പയർ ആയിരിക്കും, അല്ലെങ്കിൽ IISc തന്നെ കൊടുക്കുന്ന ഫെലോഷിപ്പ്. പിന്നെ മറ്റ് പല ഫിലാന്ത്രോപ്പി ഓർഗനൈസേഷനുകളും അവിടെ ഫെലോഷിപ്പ് നൽകാറുണ്ട്. അപ്പോൾ ഫെലോഷിപ്പിന് ഒരു ഇഷ്യൂ ഇല്ല IIScയിൽ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇനി എത്ര സീറ്റുകളാണുള്ളത്? ഈ വർഷം 138 സീറ്റുകളാണുള്ളത്. 111 സീറ്റ് ബേസിക് ആയിട്ട്, പിന്നെ ഒരു 20% എക്സ്ട്രാ ഫോർ ഗേൾ കാൻഡിഡേറ്റ്സ്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു 20% എക്സ്ട്രാ ഉണ്ട്. അതായത് 22 വരും. പിന്നെ ഒരു 5 സീറ്റ് ഫോറിൻ നാഷണൽസിനാണ്. ഫോറിൻ നാഷണൽസ് ഇന്ത്യൻ ഒറിജിൻ ആവാം, മറ്റ് ഫോറിൻ നാഷണൽസിനാവാം. അങ്ങനെ 138 ആണ് ഈ വർഷത്തെ സീറ്റ്. എന്താണ് എലിജിബിലിറ്റി? എലിജിബിലിറ്റി +1 +2 സയൻസ് പഠിച്ചിരിക്കണം. സയൻസ് പഠിച്ചു എന്ന് മാത്രം പോരാ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് മസ്റ്റ് ആണ് ഇവിടെ.
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള കുട്ടികൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇസ് മസ്റ്റ്. ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ 60% മാർക്ക് നേടിയിരിക്കണം +2 എക്സാമിൽ. SC/ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ യൂഷ്വലി ഉണ്ടാവും, അതുപോലെ ഇവിടെയും ഉണ്ടാവും. ഇനി എങ്ങനെയാണ് ഇവിടത്തേക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. IISc ഇതിന് സെപ്പറേറ്റ് പരീക്ഷ നടത്താറില്ല. IISc ഈ സ്ട്രീമിലേക്കുള്ള, ഈ പ്രോഗ്രാമിലേക്കുള്ള സ്റ്റുഡൻസിനെ എടുക്കുന്നത് മെയിൻലി ഫ്രം ഐസർ എന്നാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IIT പാസ്സായ കുട്ടികളെയാണ് എടുക്കുന്നത്. IIT ടോപ്പ് റാങ്കേഴ്സിനെയാണ് IISc എടുക്കുന്നത്. കൂടാതെ IIT JEE അഡ്വാൻസ്ഡ് വന്ന കുട്ടികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ കൂടുതലും ഇത് സയൻസ് ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് കൂടുതലും IIT നിന്നാണ് ഇവിടെ അഡ്മിഷൻ നടക്കാൻ ചാൻസ്. അപ്പോൾ IIT ആണ് ഒരു മെയിൻ ചാനൽ ഫോർ അഡ്മിഷൻ. IIT ആണെന്ന് പറഞ്ഞെങ്കിലും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം അപ്ലൈ ചെയ്താൽ ഇവിടെ അഡ്മിഷൻ ലഭിക്കില്ല. അതായത് IITയിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ IISc ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇവിടത്തേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ആ വെബ്സൈറ്റ് സന്ദർശിക്കുക. IISc വെബ്സൈറ്റിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അത് ഓൺലൈനായിട്ടാണ് അപ്ലൈ. അപ്പോൾ ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നത് മെയ് 1-ാം തീയതിയാണ്. അതായത് 1/5/2025 ഇത് ഓപ്പൺ ആവുന്നത്. അതുപോലെ ഇത് ക്ലോസ് ആവുന്നത് 6/6/2025, അതായത് ജൂൺ 6-ന് ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പം ഉടനെ ഇത് ഓപ്പൺ ആവും. ഒരു മാസവും ഫ്യൂ ഡേയ്സും കഴിഞ്ഞാൽ ഈ ചാനൽ ഓപ്പൺ ആവും. ബൈ ദാറ്റ് ടൈം നമ്മുടെ IIT JEE ഒക്കെ റിസൾട്ട് വരും. അപ്ലൈ ചെയ്യാൻ ഒരു വലിയൊരു വിൻഡോ തന്നെ ഉണ്ട്. അതായത് മെയ് 1 മുതൽ ജൂൺ 6 വരെ എന്ന് പറഞ്ഞാൽ 36 ദിവസം ഉണ്ട്. ആ ദിവസത്തിനുള്ളിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത കുട്ടികൾ, അതായത് റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഐസർ എക്സാമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കേട്ടു നോക്കാം. ഇത്രയാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കുമായി ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.